ജിൻസിയുടെ ഫുൾ പാവാട ലെങ്ത് എത്രയാ? 29 എഴുതിക്കോ. നല്ല സിൽക്ക് ഷർട്ടാവല്ല. ബ്ലാക്ക് കാറ്റും ഉണ്ട്. ഇതാരേ പുതിയ അവതാരം? ഹലോ ഹലോ. വാവച്ചൻ അമേരിക്ക ഫോക്കാമോടെ സെക്രട്ടറി മലയാളി സമാജം. ഞാനങ്ങ് താമസം സാൻ ഫ്രാൻസിസ്കോയില. ഫ്രാൻസിസ് പോപ്പിന്റെ അത് സ്ഥലത്തിന്റെ പേരാണെന്ന്. ഇംഗ്ലീഷ് അറിയില്ല. എന്താ കാര്യം? ഞാനങ്ങ് താമസം അമേരിക്കയിലാണെങ്കിൽ ഞാൻ ഈ പൊന്തുന്നംകാരനാ. നമുക്ക് മറ്റവനെ ഒന്ന് മീറ്റ് ചെയ്യണം. എന്നാ അവന്റെ പേര്? അതെ, രാജ്കുമാറിനെ ഒന്ന് മീറ്റ് ചെയ്യണം. സാറിനെ കാണാൻ വന്നാ? ഇപ്പൊ ഷോട്ട് എടുക്കുമെന്ന് നടക്കുകയല്ല. അയ്യോ ഒക്കത്തില്ല, എനിക്ക് തന്നെ പോകണതാ. ഞാൻ താമസം അങ്ങ് സാൻ ഫ്രാൻസിസ്കോയിലാണെങ്കിൽ എനിക്ക് എത്തേണ്ടത് ഒക്കൽഹാമയല്ല. എന്നെ ഒക്കൽഹാമയാണല്ലോ ഇന്ന് കാണാൻ. ഒക്കൽഹാമയല്ല, ഒക്കൽഹാമ. അമേരിക്കയിലെ ഓരോ സ്ഥലങ്ങളുടെ പേര് കേട്ടില്ലേ? നമ്മൾ ചിരിച്ചിരിച്ച് ചാവട്ടെ. എനിക്ക് അത്ര ഇതൊന്നും മന്നില്ല. സത്യമാട്ടോ പറഞ്ഞേ. എന്നെങ്കിലും ഷൂട്ടിങ് എടാ പോയി പെട്ടി രാജ്കുമാർ മനസ്സിലായോ? വാവച്ചൽ അമേരിക്കയിലെ ഫോക്കാമോടെ സെക്രട്ടറി. മനസ്സിലായില്ലയോ? ഏത് ഭ്രാന്തനോടത് പിടിച്ചു മാറ്റ്. അടിപൊളി ഡ്രസ് ആട്ടോ. ഹലോ മിസ്റ്റർ, നമുക്ക് ഇത് ഞങ്ങളൊന്ന് എടുത്തോട്ടെ പ്ലീസ്. ഹീറോയിൻ ഇല്ലേ മോളുടെ അഭിനയം എനിക്ക് എന്നെ ഇഷ്ടം അറിയോ? അഭിനയം കാണുമ്പോ തന്നെ രോമൊക്കെ അങ്ങ് എഴുന്നേറ്റും. അൽഫോൺസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്റെ വൈഫ് രാജ്കുമാറിന് ഭയങ്കര ഇഷ്ടമാണ്. സാറിന് എന്നെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു. സെക്രട്ടറി സാൻ ഫ്രാൻസിസ്കോ ഷാജി ആൽബം കൊടുത്തേ. ഇതിൽ ഞാനവിടെ ഈ 4ാമത്തെ വരിയില് മഞ്ഞ ഷർട്ട് ഞാനാ കേട്ടോ. അല്ല ഭായി, എത്ര പേരെ കാണുന്നതാ നമ്മൾ ഓർത്തു വെക്കാൻ പറ്റുമോ? അറിയാൻ പാടില്ല എന്ന് പറഞ്ഞില്ല. ഫ്രെയിമിൽ ഇങ്ങോട്ട് മാറി. ഫ്രെയിം അല്ല, നീ എന്റെ ക്ലോസ് ഫ്രണ്ട്. അമേരിക്കയിൽ നിന്ന് 1 കോടി അഡ്വാൻസ് ആയിട്ട് വന്ന പ്രൊഡ്യൂസറാണ് ഞാനെന്ന്. ഇദ്ദേഹത്തിനെ വെച്ച് ഈ ചരിത്രത്തിൽ ചെയ്യുന്ന ഏറ്റവും ബിഗ് ബഡ്ജറ്റ് പടം ഇരിക്കുന്നത്. ഷാജി കാശും കൊടുത്ത് ഇന്നാ 1 കോടി ഉണ്ട്, കൈ പിടിച്ചേ. ഇതൊരു കോടിയുണ്ട്. പക്ഷെ ഒരു കാര്യം, ഈ 1997 ഡിസംബറിൽ ഈ പ്രോജക്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കണം. കാരണം അൽഫോൺസ് നാട്ടിലേക്ക് വരികയാണ്. അവളുടെ ബർത്ത്ഡേ ആണ് അന്ന് തുടങ്ങിയിരിക്കുന്നത്. അല്ല, ഇത്ര പെട്ടെന്ന് കഥയും കാര്യങ്ങളൊക്കെ അതൊക്കെ ഞാൻ നോക്കണം. സാർ കമ്മിറ്റ് ചെയ്യുന്നേ. ഇപ്പൊ സാറിന്റെ ഉള്ളിൽ തന്നെ എന്തുമാത്രം കള്ളക്കഥകളുണ്ടാവും. അത് വെച്ചങ്ങ് കീച്ചെന്നെ സാറുണ്ടാവില്ലേ? ശരിയാവും. കമ്മിറ്റ് ചെയ്തോ? ഡേറ്റ് ഡിസംബർ ജലന്റെ ഡേറ്റാ. നല്ല സബ്ജക്റ്റ് ആയിരുന്നു. മാറ്റി എഴുതാൻ പറയല്ലേ? പറയണം. അത്രേ ഉള്ളന്നേ. മോളുടെ എല്ലാ മൂവീസും ഞാൻ വാച്ച് ചെയ്യാറുണ്ട് കേട്ടോ. കോമഡിയും ബെസ്റ്റാ. ചിരിച്ചിരിച്ച് അങ്ങ് മരിക്കും. എത്ര റേറ്റ്? ഷാജി ആ കാശ് കിടത്തേ. ഇത് 10 ലക്ഷം രൂപ. ഇതങ്ങ് വെച്ചോ. എടുക്ക്. ആ ക്യാരക്ടറല്ല സാറങ്ങ് തീരുമാനിക്കുന്നേ. മേടിച്ചോ. എന്താ പുള്ളിക്കാരന്റെ ഒരു ചിരി. ഒരു പടം കഴിയുമ്പോഴേ അത് കരച്ചിലായിട്ട് മാറിക്കോളും. അപ്പൊ സൂപ്പർ സ്റ്റാർ നായകനായി, കവിത നായികയായി. ഫിക്സ്. യോ രാജാവണിയല്ലേ? രാജാവണി യോ, നിങ്ങളുടെ പരിപാടി ഞാൻ ഒരുപാട് കണ്ടതാ. അമേരിക്കയിൽ വന്നപ്പോ എന്നാ ഒളിപ്പായിരുന്നു. ഗംഭീരായിരുന്നു കേട്ടോ. നമ്മളൊരു മൂവി ചെയ്യുന്നുണ്ട്, അതിൽ നിങ്ങൾ അഭിനയിക്കുന്നുണ്ട്. അഡ്വാൻസ് റെഡിയാണ്. ഓക്കെ. എനിക്ക് അഡ്വാൻസ് ഒന്നും വേണ്ട, ഞാൻ അഭിനയിച്ചോളാം. മൂവി സ്റ്റാർസ് അല്ലേ? അതെ. നിങ്ങൾ ഒരുമിച്ചേക്ക്, നമുക്കൊരു സ്നാപ്പ് എടുക്കാം. ഷാജിയെ ഇവർക്ക് അഡ്വാൻസ് കൊടുക്കണം കേട്ടോ. ഒരു ഉമ്മ വെച്ചോട്ടെ. ഒക്കൽബാമ നിങ്ങൾ വന്നേ. 3-4 പേർക്ക് കൂടെ അഡ്വാൻസ് കൊടുക്കുന്ന കാര്യം തനിക്കോ? എനിക്ക് വേണമല്ലോ. അഡ്വാൻസ് കിട്ടിയില്ലേ? ഷാജിയെ ആർട്ടിസ്റ്റിന് അഡ്വാൻസ് കൊടുക്കും. ആനക്ക് കൊടുത്താ പോരെ, പിണ്ടത്തിന് കൊടുക്കേണ്ട കാര്യമുണ്ടോ? നമ്മുടെ മൂവിയിൽ ആനയും പിണ്ടവും എല്ലാം വേണം. പിണ്ടം വെച്ച് കൈ തരുമ്പോ. സാറേ നമസ്കാരം. നായനായിട്ട് അഭിനയിക്കാൻ കിട്ടും. എന്റെ കൂടെ തുടങ്ങിയൊരു മുഴുവൻ വലിയ നിലവില. നല്ല രാശിയാ. എന്നാ പടം തുടങ്ങുന്നേ? ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല. നായിക ഞാനാണേ. നായികയോ? നിങ്ങളോ? എന്റെ ദൈവേ. എന്നാ ഞാനായി പറ്റിയല്ലേ? പറ്റില്ലെന്നോ? എന്റെ ഭാഗ്യമല്ലേ അത്. ഓ വേറെ റെഡിയാവാ. എന്നാ ഞാൻ ചെല്ലട്ടെ സാറേ. നീ വാടാ മോനെ. ഒരു ബ്ലൈൻഡ് സ്ട്രീറ്റ് സിംഗറുടെ കഥയാന്നാ പറഞ്ഞേ. കമലഹാസൻ അന്തനായിട്ട് അഭിനയിച്ചിട്ട് ഓടിയിട്ടില്ല. പിന്നെയല്ലേ രാജപാർവൈ കേട്ടിട്ടില്ലേ? ഹരിസാർ ഒന്നും കാണാണ്ട് എങ്ങനെ ഇറങ്ങോ? അയാൾക്ക് വട്ട പോത്തിനെ കിട്ടിയ ആള് നായനായിട്ട് അഭിനയിക്കും. പിന്നല്ലേ താൻ അവന്റെ നായികയായിട്ട് അഭിനയിക്കാൻ പോകണോ? എന്നാ പിന്നെ തീരുമാനമായി. അയ്യേ ഞാനോ? ഞാൻ ചുമ്മാ ഇവിടെ സൂപ്പർ സ്റ്റാർ പടത്തിന് ഡേറ്റ് ഇല്ല. പിന്നെ ഞാനൊരു ഭാഗ്യ നായികയല്ലേ സാറേ. അപ്പോഴെന്താ പറഞ്ഞു വന്നത്? കാലിങ്ങനെ കലുഷിതായിക്കൊണ്ടിരിക്കണ കാലത്തിങ്കൽ സ്കൂളിൽ നിന്ന് മാഷ് പറഞ്ഞു കുട്ടിയൊക്കെ മോണോ ആക്ട് വേണമെന്ന്. എന്താ മോണോ ആക്ട്? ഏതാ അടുത്ത ഐറ്റം? അടുത്ത ഫിലോമിൻ ചേച്ചിയാ. ഭാരതാംബേ. നിന്നൊക്കെ ആരെന്റെ ആരപ്പാപ്പനാക്കിയത്? അതിങ്ങോട്ട് താടാ. തളിയാനെ പനിനീര്. ഇവിടെ തളിയാനെ പനിനീര്. പനിനീര് തെളിയാനെ. അടുത്ത ശീലാമയാ. എന്റെ കൊച്ചു മുതലാളി, എന്നെ ഇങ്ങനെ സ്നേഹിച്ച് കൊല്ലല്ലേ കൊച്ചു മുതലാളി. ആസ്മയുള്ള ശീലേന്ദ്ര. മിണ്ടാണ്ടിരിക്കട സുഖമേ. മണിച്ചേട്ടൻ പ്രാക്ടീസ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു കുഴപ്പമില്ല, നന്നായിണ്ട്. പെൺകുട്ടികളും മിമിക്രിയിൽ കുറവാ, അതുകൊണ്ട് കസറിട്ടാ. താങ്ക് യു ഏട്ടാ.
കണ്ണൂരുകാരിയാ മൃഗാളിനി. മൃഗാളിനിയല്ല മൃണാളിനി. ഡാ, മൃണാളിനി എനിക്കറിയാം. എന്റെ പേര് എല്ലാവർക്കും പ്രശ്ന. പേരെന്തോ ആട്ടെ, പേര് ദോഷം ഉണ്ടാക്കായിരുന്നാ മതി അല്ലടാ. ഡാ, ഞങ്ങള് രണ്ടാളും ഒരുമിച്ച് ആദ്യ സിനിമയിൽ അഭിനയിക്കാൻ വന്നേ. ഇയാളൊട്ട് അഭിനയിച്ചതും ഇല്ല, ഞാൻ അഭിനയിച്ച തൊട്ട് സിനിമയിൽ ഉണ്ടായതും ഇല്ല. ഭാഗ്യം. എന്നാ പിന്നെ നോക്കിയാലോ, മറ്റന്നാൾ ദുബായിലാ ആദ്യ ഷോ. ഉമ്മക്ക് എന്തൊട്ട് റിഹേഴ്സല്, സ്റ്റേജിലൊക്കെ കയറുക, അങ്ങോട്ടാ പൊരിക്കുക. ഇല്ലട സുഖേ. പിന്നെ അല്ല. ഇങ്ങനെ നോക്കി കളിയാക്കൊന്നും വേണ്ട. എന്റെ മുഖത്തിന്റെ കുഴപ്പം എനിക്ക് തന്നെ അറിയാം. അയ്യോ അതല്ല, നിങ്ങളെ കണ്ടിട്ട് ചിരി നിക്കുന്നില്ലപ്പ. എനിക്ക് ചേട്ടന്റെ പാട്ട് ഭയങ്കര ഇഷ്ടാ. പിന്നെ ആ പട്ടിയുടെ ആക്ഷൻ ഒന്ന് കാണിക്കോ, ഒന്ന് കാണിക്കും മണിച്ചേട്ടാ. ഇപ്പോഴത്തെ പെമ്പിള്ളേർക്ക് പട്ടീനെയും കുതിരനൊക്കെ പിടിക്കുള്ളൂ. ചേട്ടാ പ്ലീസ് കാണിച്ചു കൊടുക്കല്ലേ? കാണിച്ചു കൊടുക്ക്. നാദാ പിടിച്ചോ. ജിമ്മീന്ന പാപ്പ. ചേട്ടാ സൂപ്പർ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തതിന്റെ താമസം റൂം നമ്പർ 504. നിങ്ങളൊന്ന് വരുവോ? വരണേ. ഇവൻ ഒറ്റയ്ക്കാ. റൂം നമ്പർ 504. പ്രിയൻ വരാടിയക്കരെ പുറകേന്ന് വിളിക്കലടാ. ഇത് കണ്ട എന്തൊട്ട് പെണ്ണുങ്ങളെ ആകർഷിക്കുന്ന ഒരു സ്പെഷ്യൽ സ്പ്രേ ആണ്. നീ ഇത് കൊണ്ടുവന്നിട്ട് വല്ല കാര്യമുണ്ടോ? കുറച്ചുകൂടെ പൗഡർ ഇടായിരുന്നു. എന്നിട്ട് വേണം കോലം കെട്ടാനായിട്ട്. ഇവൻ ഏതടാ? അല്ലേലും ഒക്കെ കറുപ്പല്ല ഇഷ്ടം. എടാ ഇപ്പോഴത്തെ പെമ്പിള്ളേർക്ക് കറുപ്പാ ഇഷ്ടം. പോർണുണ്ട ഒരു കമ്പനിക്ക്. ഇവന്റെ ഇഷ്ടം അതാണെങ്കിൽ ഒരു പെണ്ണ് നോക്കുന്നില്ലെന്നായിരുന്നല്ലോ നിന്റെ പരാതി. ചെല്ലടാ ചെല്ല് ചെല്ല്. നീ ധൈര്യമായിട്ട് പോയിക്കോ, ഞങ്ങള് പുറത്തുണ്ട്. ചെല്ലടാ. ദൈവമേ കാത്തോണേ. ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല. നമസ്കാരം ഉണ്ട്. ഓരന്റെ അച്ഛനാ കണ്ണൂര് കുഞ്ഞാപ്പു. വലിയ തബലിസ്റ്റാ. ഇതെന്റെ അമ്മ. നമസ്കാരം. ഇവർക്ക് രാജാമണി ചേട്ടനെ വലിയ ഇഷ്ടാ. രാജാമണി ചേട്ടന്റെ പാട്ട് എന്ന് വെച്ചാൽ ജീവനാ. അതുകൊണ്ടാ വരുമോന്ന് ചോദിച്ചത്. എന്നാലും ഇത്ര വേഗം വരുമെന്ന് വിചാരിച്ചില്ല. രാജമണി, ഞാൻ വിളിപ്പിച്ചതേ അന്ന് ആ കോഴിക്കോട്ട് വെച്ച് പാടിയ പാട്ടുണ്ടല്ലോ. കന്നിമാക പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ തേങ്ങയാകട്ടെ. അയ്യോ മാങ്ങയല്ല, മാമ്പഴം. എന്ത് തേങ്ങയെങ്കിലും ആയിക്കോട്ടെ, മാമ്പഴമാകട്ടെ എന്ന് എന്റെ പുന്നാരേ. അന്നേ താളം ശരിയായില്ല. ഒന്നുള്ള പാടിക്കേ. അച്ഛൻ പാട്ടില് ഭയങ്കര താളം തെറ്റി അപ്പൊ പിടിക്കും. അതിന് താളം ഉണ്ടായിട്ട് വേണ്ടേ? മൊത്തം അവതാളോ? പാടുമണി, ഞാനൊന്ന് പെരുപ്പിക്കട്ടെ. എന്റെ ശബ്ദം ശരിയല്ല, പിന്നെ പാടിയ പോരെ? അത് പറ്റില്ല, ഒന്ന് ശ്രമിച്ച നോക്ക്. അകത്ത് തബല പെരുക്കുന്ന ഒച്ചയാണല്ലോ കേൾക്കുന്നത്. അവന് നല്ല താളോലടാ, എല്ലാത്തിലും കാണും അത്. അല്ല എന്നാലും ഒരവതാളം. കൊള്ളാ, നീ സൂപ്പർ സ്റ്റാർ ആകാൻ എല്ലാ ലക്ഷണവും ഉണ്ട്. വേർത്തു ഒടുക്കത്തെ പെരുപ്പിക്കലായിരുന്നില്ലേ ഹരിസാറേ? ഈ വരുന്നവന്റെ ടൈമാ സാറേ. എന്താ പണി? സന്തോഷമായോ? സന്തോഷം ആയില്ലെന്നോ? ഇനി എനിക്ക് മരിച്ചാലും കുഴപ്പമില്ല സാറേ. അയ്യോ മരിച്ചേക്കല്ലേ? അതെന്താ സാറേ? എനിക്ക് നിന്നെ വെച്ച് കുറെ പടം എടുക്കണം. സന്തോഷം കൊണ്ട് എനിക്കിപ്പോ ചാവണമെന്ന് പറഞ്ഞ് കിടക്കാ സാറേ ഇവനിപ്പോ. ഒത്തിരി നന്ദിയുണ്ട് സാറേ. ശരിക്കും നിന്നോടാ നന്ദി പറയേണ്ടത്. ഞാൻ പ്രതീക്ഷനേക്കാൾ നീ കസറി. സാറേ, എല്ലാരും പറയണത് നമ്മൾ ഈ പടം അവാർഡിന് അയക്കണോന്നാ. നോക്കാം. പക്ഷെ ഈ അവാർഡ് ലോബിയില്ലാത്ത നമ്മൾ വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇതുവരെ എഴുതി തീർന്നില്ല. മൊത്തം തെറ്റാണല്ലോ. ഒന്നില്ലേ നീ സ്കൂളിൽ പോയല്ലടാ, കറുത്ത അല്ല റമ്മിന്റെ ശരിയാക്കി എഴുതടാ. എന്റെ പൊന്നു രാജ, നീ ഇവിടെ മനുഷ്യ ചിരിക്കല്ലേ? റൂ ആണ്, ഉറുമ്പിന്റെ റൂ. തീരുമാനിക്കണം, ഞാൻ കാണിച്ചുതരാം. സുഖം നീ കറക്റ്റായിട്ട് എഴുതടാ. അങ്ങനെ നമ്മൾ പറയുമ്പോ അങ്ങനല്ലേ കറുത്ത. ഇപ്പോഴാണ് ശരിയായത്.
സുഖം ഇങ്ങനെ ചന്ദ്രക്കലിട്ടാണ് റമ്മിന്റെ ഇന്നത്തെ മീൻ എന്റെ വകയാ. ആയിക്കോട്ടെ. ഇത് ഏത് വീരദോഷിയാണ് എഴുതിയേക്കുന്നേ? ഇവന്മാരെ സ്കൂളിൽ പോയിട്ടില്ല. നീ 5ാം ക്ലാസ് വരെ പോയതല്ലേ? കുറുപ്പിന്റെ റൂ, കറുത്ത മുത്ത്, ഇതാടാ ശരി. അതെ, ഞങ്ങളല്ല കാശ് തരുന്നത്. ഞങ്ങൾ പറയുന്ന പോലെ എഴുതിയാ മതി. റമ്മിന്റെ റാ, അതാ ശരി. എഴുതടാ. എടാ ഇങ്ങനെയാണ് റമ്മിന്റെ റാ. നിന്റെ അമ്മയുടെ തല എന്നെ കൊണ്ട് പറ്റിയൊന്നും ഉണ്ടാക്കാനൊന്നും. മണിക്ക് ഫോൺ വന്നു. വേമ്പാ വാ വാ. നീ ഇത് എഴുതിയിട്ട് പോയാ മതി. കുറുപ്പിന്റെ റൂ, കറുത്ത മുത്ത്. തട്ടല്ലേ എടുത്തോ എടുത്തോ. ഇതാണ് എരിവും പുളിയുള്ള കൊടുക്കണ സ്കോച്ച് അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പിട്ട് മാറ്റിയ പട്ട രണ്ടിനടിയാണ്. അതെ, എന്തായി തീരുമാനമായോ? എന്ത് തീരുമാനമാവാൻ? അതുറപ്പല്ലേ ഇത്തവണത്തെ ദേശീയ അവാർഡ് എന്റെ രാജാവണിക്ക്. ഹലോ, മാതൃഭൂമിന്നാ? ഓ, സന്തോഷമുണ്ട് കേട്ടോ. ഓ, മണി ചെലവുണ്ട്. നമ്മളൊക്കെ പാവങ്ങളല്ലേ, നമുക്ക് അവാർഡ് കിട്ടുമെന്ന് പറഞ്ഞാ അതൊരു സന്തോഷം തന്നെയാ. ഓ, ഇങ്ങടേക്കോ? ആയിക്കോട്ടെ. ഡാ, ഈ പത്രക്കാരെ കൊണ്ട് തോറ്റു. അവരെല്ലാം കൂടെ ഇങ്ങോട്ട് പറഞ്ഞു. നീ ഒന്ന് നോക്കിക്കോണേ. ആ കാര്യം ഞാൻ ഏറ്റ്. നീ ഒരു കളർഫുൾ ഡ്രസ് എടുത്തിട്ടാ നോക്ക്. ടിവിയിലും പത്രത്തിലൊക്കെ വരാനുള്ളല്ലേ. മണി, ഈ ദേശീയ അവാർഡ് എന്ന് വെച്ചാല് എത്ര കിട്ടും? 19 ലക്ഷം കിട്ടും. 25,000 എന്നാ പറഞ്ഞേ. 25,000? ആ, ഇന്നത്തെ ചെലവിന് 3-4 ലക്ഷം രൂപ വരും. ഈ അവാർഡ് എന്ന് പറയുന്നത് ഒരു അംഗീകാരല്ലേ, കാശല്ലല്ലോ വലുത്. ഹലോ ഹലോ, ഇത് പൊളിച്ചുട്ടോ. എന്റെ ഭാര്യക്ക് സൗന്ദര്യ സങ്കല്പുണ്ട്. ഞാൻ വിശ്വസിക്കൂല. അതെ, അങ്ങനെയാണ് നിന്നെ കിട്ടൂല്ലോ. ഹലോ, എന്തായി സാറേ? ആണോ? ഓ, താങ്ക് യു സാർ. എടാ, ഡൽഹിന്നാ ഏതാണ്ട് ഉറപ്പിച്ചു. റമ്മിന്റെ റാ, ഒരുത്തന് ഉറുമ്പിന്റെ റു. പഠിക്കാൻ ആര് പറഞ്ഞിട്ടാണ് ഇങ്ങനെ എഴുതിയത്? കുഴഞ്ഞല്ലോ ഈശ്വര. രാമപ്പന് കുറുപ്പിന്റെ റൂ ആണോ അതോ റമ്മിന്റെ റായാണോ വേണ്ടത്? നിന്റെ അപ്പന്റെ അപ്പന് റാ ഇല്ല രാമപ്പ. എന്റെ മോനെ കറുത്ത മുത്ത് എഴുതാൻ ആരടാ പറഞ്ഞത്? കറുത്തതല്ലേ? എന്റെ പെരുങ്കാളിയമ്മേ, ഈ രാജാമണിക്ക് അവാർഡേ കിട്ടണ്ടായിരുന്നു. ഇത് പേരെ എഴുതുന്നത് നിന്റെ അപ്പൂപ്പന്റെ കറുത്ത. ഇവിടെ വെളുത്ത. ഹരിസാറ്. ഹലോ, ഹരിസാറുണ്ടോ? നമുക്കിത് അവിടുന്ന് ഡൗണിൽ നിന്ന് അപ്പിലോട്ട് പോയി അതാ ഫ്രെയിം. സാറേ, രാജാമണി അവിടെ പ്ലാൻ ചെയ്തോ. എന്താടാ സാർ അറിഞ്ഞോ? എന്താ വിശേഷം? അവാർഡ് നമുക്കന്ന്. ഞാനും കേട്ടു. നീ ഇപ്പൊ ഇത് ആരോടും പറയണ്ട, അനൗൺസ് ചെയ്യട്ടെ. അല്ല, ഡൽഹിന്ന് നായർ സാറ് വിളിച്ചിരുന്നു. ഏതാണ്ട് തീരുമാനമായിന്നാ സാറേ പറഞ്ഞേ. ഈ നാഷണൽ അവാർഡ് എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല, പ്രത്യേകിച്ച് നമ്മളെ പോലുള്ള ആൾക്കാർക്ക്. മിമിക്രി ആണെന്ന് പറഞ്ഞ ഒരിക്കൽ സ്റ്റേറ്റ് അവാർഡ് റിജക്ട് ചെയ്ത് അറിയാലോ. അത് മറക്കണ്ട സാറേ. ഞങ്ങളിവിടെ ആഘോഷമൊക്കെ തുടങ്ങി. സാറ് വരുമോ? ഞാനിവിടെ മദ്രാസിലാ. ഓ, ആണോ? ഓക്കെ സാറേ. വേഗം എടുക്കടാ, അല്ലേ വേവൂടും. ഇത് കറക്റ്റായിട്ട് പൊട്ടുവോ? ടിവിയിൽ ന്യൂസ് വന്ന സാധനം അപ്പൊ പൊട്ടിരിക്കും. അങ്ങോട്ട് മാറിയെന്നോ, അല്ലെങ്കിൽ നിന്റെ അണ്ണാക്ക് വെച്ച് ഞാൻ പൊട്ടിക്കും. അതെ, ദേശീയ അവാർഡ് മേടിച്ച രാജാമണ്ണ അഭിനയം പഠിപ്പിച്ച് സുഖു എന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ. എന്നോട് കളിച്ചാണ്ടല്ലോ. ടി വി കാണിച്ചോ? എന്തുകൊണ്ട് കോലാണത്? എന്താടാ ഇത്? എന്താ ഞാൻ മേടിക്കട്ടുന്ന പരീക്ഷ നോക്കിയാ നിന്റെ മോത്ത. ഇത്രയ്ക്ക് ആഘോഷമൊക്കെ വേണോ? വേണം മച്ചാനെ, നീ പേടിക്കണ്ട. ഇത് നമ്മൾ കിടുക്കും. ചാലക്കുടി മാത്രമല്ല, കേരളം മൊത്തം നിന്ന് ഞെട്ടും. ഞെട്ടും ചിലപ്പോ ഞൊട്ടും. അഭിനയം അറിയില്ലെന്നും പറഞ്ഞ് സ്റ്റേറ്റ് അവാർഡ് അവസാന നിമിഷം തെറിച്ചു പോയി ഓർക്കുന്ന നല്ലതാ. നീ ഇത് കുടിക്കണ്ട പാട്ടി. എടാ, ഈ സ്റ്റേറ്റ് അവാർഡ് പോലത്തെ പീക്കിരി അവാർഡ് അല്ല, പിന്നെ ദേശീയ അവാർഡാണ്. വിവരമുള്ളവർ കൊടുക്കുന്ന അവാർഡ്. ദേശീയ അവാർഡ് പോയി ടി വി നോക്കണം. എങ്ങനെയുണ്ട്? കറുത്ത വെളുത്ത മുത്തിന് കൊള്ളാം, അടിപൊളി, സൂപ്പർ ആയിട്ടുണ്ട്. എന്തോട്ട്
ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ അല്പസമയത്തിനകം പ്രഖ്യാപിക്കും. മികച്ച ചിത്രത്തിന് വാസന്തിയും ലക്ഷ്മിയും കഥകളിയും അവസാന റൗണ്ടിലുണ്ട്. മികച്ച നടനുള്ള നോമിനേഷനിൽ മലയാളത്തിൽ നിന്നുള്ള 2 പേരാണ് അവസാന റൗണ്ട് വരെ ഉണ്ടായിരുന്നത്. മിമിക്രിയിലൂടെ സിനിമയിൽ സജീവമായ അഭിമാന താരം രാജാമണിയായിരിക്കും മികച്ച നടനെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതാനും മിനിറ്റുകൾക്കകം അവാർഡുകൾ പ്രഖ്യാപിക്കും. ദേശീയ ചലച്ചിത്ര അവാർഡിനെ സംബന്ധിച്ച ഏറ്റവും പുതിയ വിവരങ്ങൾ ലഭ്യമായിരിക്കുകയാണ്. മികച്ച ചിത്രമായി മലയാള ചിത്രം കഥകളി തെരഞ്ഞെടുത്തിരിക്കുന്നു. ഫ്രഞ്ച് ഗവൺമെന്റുമായി സഹകരിച്ച് ചെയ്ത ചിത്രമാണ് കഥകളി. ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന മികച്ച നടനുള്ള പുരസ്കാരം രാജാമണിക്ക് നഷ്ടമായിരിക്കുന്നു. രാജാമണിക്ക് സ്പെഷ്യൽ ജൂറി പുരസ്കാരം. വാസന്തിയിലെ അന്ധഗായകനെ അവതരിപ്പിച്ച രാജാമണിക്ക് മികച്ച നടനുള്ള പുരസ്കാരം അവസാന നിമിഷം നഷ്ടമാവുകയായിരുന്നു. പിന്നെ അവരവനെ ചതിച്ചു. വണ്ടി ഇറക്കാൻ പറ. തോപ്പിക്കാൻ നോക്കുക. പേടിക്കാനൊന്നുമില്ല. സങ്കടം വന്നാലും സന്തോഷം വന്നാലും നമ്മുടെ പണി ഇങ്ങനെ തലയുറ്റി വീഴും. ചിലപ്പോ ബോധം പോവും. வணக்கங்க. வணக்கம். நான் மதுரைந்து வந்திருக்கேன். என் பேரு மாணிக்க செட்டியாரு. என் புது படத்துல சூப்பர் ஸ்டார் ரஜினி சார் தான் ஹீரோ. நீங்க வந்து வில்லனாய் நடிக்கணும். உட்காருங்க சார். வேண்ட தம்பி, உட்காருக்கு டைமே இல்ல. இங்க வந்து உங்களை பார்த்து அட்வான்ஸ் வந்து திரும்பி போனோம். அதுக்கு தானே காலையில ஏர் இந்தியாவில் வந்துட்டேன். ப்ராப்ளம் தானே. அந்த மேனேஜர் உங்ககிட்ட சொல்லலையா? என்ன மேனேஜர் சார், உங்ககிட்ட நேரடியா பேசலன்னு நினைச்சுதான் வந்தேன். நீங்க அட்வான்ஸ் வாங்க சார். இதுல 50 லட்சம் ரூபாய் இருக்கு. அதுக்கு நீங்க கொடுக்கலையே. ஓ, முண்ட ஓவரா பேசுறேன். ഇത് വാങ്ങ് തമ്പി. അഡ്വാൻസ് തന്നെ ഈ കനത്തിലാവുമ്പോ ശരിക്കും എത്ര ഉണ്ടാവും? തമിഴിലൊക്കെ അതിന് കോടികളാ വാങ്ങുന്നത്. അവന്റെ ഒക്കെ ഒരു ഭാഗ്യേ. അവ മനസ്സ് വെച്ച നമുക്ക് തമിഴിലും തെലുങ്കിലൊക്കെ ചാൻസ് കിട്ടും. ഒന്ന് സംസാരിച്ചു നോക്കിയാലോ? നമ്മൾ അത്യാവശ്യം നന്നായിട്ട് ദ്രോഹിച്ചിട്ടുണ്ട്. അതെങ്ങാനൊക്കെ മനസ്സിൽ വെച്ച്. ഏയ്, അതൊന്നും അവൻ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇങ്ങനെയൊക്കെ തന്നെയാ സിനിമ. വലിയവരാരാ അവരോട് മുട്ടി ഒരുമി നിൽക്കുക. അതെന്നെ. നീ ഒന്ന് സംസാരിച്ചു നോക്കിയേ, ചിലപ്പോ നടന്നാലോ? ഇപ്പൊ വേണ്ട, അവിടെ ആൾക്കാരൊക്കെ ഉണ്ട്, പിന്നീടാട്ടെ. എടാ, മണിച്ചേട്ടൻ പോയോ? മേക്കപ്പ് റൂമിലുണ്ട്. ആ, സൂക്ഷിച്ചെടുത്ത് വെക്കണേ. ജീവനും കൊണ്ട് ഓടി. ഹായ് ചേട്ടാ. ഇതെന്താ ഇങ്ങട്? വെറുതെ. ഈ ഗെറ്റപ്പ് നന്നായിട്ടുണ്ട് കേട്ടോ. എന്തൊട്ട് ഗെറ്റപ്പ്. നമ്മളൊക്കെ എന്താല്ലേ? സാധാരണക്കാരല്ലേ പെങ്ങളെ? പിന്നല്ലാണ്ട്. ഇപ്പൊ തമിഴിലും തെലുങ്കിലും ഒക്കെ ഭയങ്കര സ്റ്റാർ ആയില്ലേ? അവിടെ മാത്രമല്ല, മലയാളത്തിൽ നല്ല ബിസിയാ. അയ്യോ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ എന്റെ ഒരു ആഗ്രഹം പറയാനാ വന്നത്. എന്തുട്ടാ പറഞ്ഞോ? ഒട്ടാൻ നോക്കുക. എന്താടാ സുഖം? അവക്ക് ആഗ്രഹം ഉണ്ടെന്ന്. ദുരാഗ്രഹമാവോ? ടെൻഷൻ വേണ്ട, ഇരിക്കേ, ഇരുന്നിട്ട് സംസാരിക്കാം. ഇരിക്കേ. എന്തുട്ടാ? അത് പിന്നെ എനിക്കൊരു മോഹം, തമിഴിലും തെലുങ്കിലും ഒക്കെ അഭിനയിക്കണമെന്ന്. മണിച്ചേട്ടൻ വിചാരിച്ചാൽ നടക്കും. ചേട്ടന്റെ അടുത്ത പടത്തില് നടക്കും. പക്ഷെ അവിടെയൊക്കെ എന്നെ പോലത്തെ കറുത്ത നായകന്മാരാ. അതിപ്പോ ഇങ്ങക്ക് ശരിയാവില്ലല്ലോ. മണിച്ചേട്ടാ, കളിയാക്കല്ലേ. എനിക്ക് ചേട്ടന്റെ പടത്തിൽ അഭിനയിക്കണം. ഞാൻ ഡയറക്ടേഴ്സിനെയും പ്രൊഡ്യൂസേഴ്സിനെയും ഒക്കെ പരിചയപ്പെടുത്തി തരാം. അത് വേണ്ട, എനിക്ക് ചേട്ടന്റെ കൂടെ തന്നെ വേണം. ഫോൺ എടുക്കടാ. ഇതാരത്? ഹലോ. ആ, ഞാനിപ്പോ വരാം. എന്റെ രാജുവിന്റെ കുട്ടിക്ക് വളരെ സീരിയസ് ആണെന്ന്. എനിക്കൊന്ന് ഹോസ്പിറ്റൽ വരെ പോണം. വണ്ടി എടുക്കടാ. രാമു, എന്താ പറ്റിയത്? മോനെ, പ്രതീക്ഷ വെക്കണ്ടെന്ന്
അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോളാം. ഒന്നുമില്ലടാ. നീ എന്തൊക്കെടി പറ. എന്റെ മോനൊന്ന് രക്ഷിക്കാൻ പറ്റും മണിച്ചേട്ടാ. ടോം ഡോക്ടർ എവിടെയാ? കൺസൾട്ടിംഗ് റൂമിലുണ്ട്. മണിയല്ലേ നമ്മുടെ കൂടെ ഉള്ളത്. ഈ ലോകത്തിൽ വെച്ച് കിട്ടാവുന്ന ഏറ്റവും നല്ല ചികിത്സ നമ്മുടെ കുഞ്ഞിനെ കിട്ടും. നീ ധൈര്യമായിട്ടിരിക്കേ. വാ ഡോക്ടറെ. ഇരിക്കൂ. ഒരു സാധ്യതയില്ലേ? ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷന്റെ ഒരു സാധ്യതയുണ്ട്. പക്ഷേ അതിന് ക്യാഷ് കുറച്ചാകും. ഇവരെ കൊണ്ട് അത്രയും ചെലവ്. ഹാർട്ട് മാറ്റിവെച്ചാ കുഞ്ഞ് രക്ഷപ്പെടുവോ? അങ്ങനെ ചോദിച്ചാൽ ചാൻസ് ഉണ്ട്. ആയിക്കോട്ടെ, കാശല്ലേ, അത് നമുക്ക് ഉണ്ടാക്കാം. ഡോക്ടറെ, എവൻ എൻ്റെ സുഹൃത്ത് മാത്രമല്ല, എൻ്റെ കൂടെപ്പറപ്പും കൂടിയാ. എവന്റെ സങ്കടം എന്ന് പറഞ്ഞാ അത് ഞങ്ങളെയും കൂടി സങ്കട. നീ വിഷമിക്കണ്ട, അവനൊന്നും വരില്ല. ഇല്ലടാ സുഖമായി. നീ തരുന്ന എന്റെ ജീവനാണ്. എന്താടാ ഇത്? കരയാണ്ടിരിക്കേ. 25/3 ടേക്ക് ഓൺ ആക്ഷൻ. ఇక్కడరా. నన్నేనా? ఇదో వస్తున్నా. ఏందమ్మా? ఇక్కడరా. అమ్మా కొంచెం పక్క చెదురా. నేను మిమ్మిదే పడిపుండ్రిని నాను. పర్వాలేదు. అదేంటి అమ్మా? నాను అమ్మ పిలువదేంటి, నాకు నువ్వండి చాలా ఇష్టం. నన్ను తీసుకొని వెళ్ళు. ఎందుకు? చెప్పుతాను. ఇప్పుడు నాన్న గట్టిగా కవలించి తీసుకొని ఈ పూజ మీద వేయండి. తీసుకొని కన్నా తీసుకొని. ఎక్సలెంట్, వెరీ గుడ్, చాలా బాగున్నారు. നന്നായിട്ടുണ്ട്. കവിത പൊളിച്ചുട്ടാ. തെലുങ്ക് വേഗം പഠിച്ചുല്ലേ? തെലുങ്കിന്റെ ഒരു ചേട്ടനല്ലേ. ശരിക്കും ഇത്ര പെട്ടെന്ന് തെലുങ്ക് പടത്തിന് ചാൻസ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ചേട്ടനെ സമ്മതിക്കണം കേട്ടോ. ഹേ, അങ്ങനെയൊന്നുമില്ല. ഒക്കെ കവിതയുടെ ടൈമാ. എനിക്കൊരു കാര്യം ചോദിക്കണം എന്നുണ്ടായിരുന്നു. എന്താ ചേട്ടാ? അല്ല വേണ്ട, പിന്നെ ചോദിക്കാം. നീ അത് ചവിട്ടാണോ ചവിട്ടിയ? നീറി നിറിയെ കയറി. എന്താണ് മക്കളെയും കൂട്ടി മേച്ചക്കടി കയറി കിടന്നോ. 3 വർഷമായി ഈ പൊരയ്ക്ക് ഓല വെച്ചിട്ട്. നിങ്ങൾക്ക് പിന്നെ ഒന്നും അറിയണ്ടല്ലോ. ഈശ്വരത് എപ്പ പിടിച്ച മഴയാണ് ഇത് നാശം പിടിക്കാനായിട്ട്. മണിയേ, മഴയായിട്ട് ഇവനെ അങ്ങോട്ട് പോവാ. എനിക്കാണ് മഴ കൊണ്ട് വയറുവല്ലോ. എന്താ മണിച്ചേട്ടാ ഇവിടെ? ഒന്നുമില്ല, ഞാൻ കുട്ടിയോളെ കണ്ടോണ്ട് ഇറങ്ങിയെന്നേ ഉള്ളൂ. അകത്തോട്ട് ഏറിയ കൂടുതൽ നനയും. വേണ്ട, കുഴപ്പമില്ല. അയ്യോ, മഴ പെയ്ത ഞങ്ങളുടെ ഗതി ഇതാ. കുട്ടികളുടെ അച്ഛൻ പോയിട്ട് 2 വർഷമായി. എനിക്ക് മനസ്സിലാവും, ഞാനും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. മഴ പെയ്ത ഒരു തുള്ളി വെള്ളം പോലും പുരയുടെ പുറത്തു പോവില്ലായിരുന്നു. ഇത് സ്വന്തം സ്ഥലമാണോ? കുടിയുടെ പൊട്ടിയതാണ് 3 സെന്റ്. ആയിക്കോട്ടെ, ഇവിടെ നമുക്ക് നല്ലൊരു വീട് പണിയാട്ടാ. മഴയത്ത് ചോരാത്ത കറണ്ടും വെളിച്ചമൊക്കെ ഉള്ള നല്ല പുതിയൊരു വീട്. ജോസേ, നാളെ എന്നെ ഇവിടെ ഒന്ന് നോക്കണട്ടാ. എല്ലാം ഇവര് തന്നെ ചെയ്തു തരും. ആ, ഇത് മക്കള് മിഠായി വാങ്ങിച്ചോട്ടാ. സുന്ദരിക്കുട്ടി, ഇത് വെച്ചോട്ടോ. പേരെന്താ? ചിന്നിക്കുട്ടി. മണിച്ചേട്ടൻ പോട്ടെ. എന്തിനാടാ നനയണേ? തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ. മെടുക്കൻ, നന്നായിട്ട് പാടിട്ടോ.
മണി എന്താ അവിടെ നിൽക്കണേ? അവനങ്ങനെ ചെന്നോക്കേ, കരയിരിക്കുള്ളൂ ഇപ്പൊ. അതവന്റെ ശീലമാ. മഴയത്ത് കരഞ്ഞ ആരും കാണില്ലല്ലോ.